വന്നു. എന്റെ പൈതങ്ങളെ, ധരിച്ച വെയിലും ചോർന്ന വെല്ലുവിളിവല്ലാതെ വ്യാധി കൊണ്ട് കടകേറാൻ സമ്മതിയാറിയിട്ടതൊക്കെ വണ്ണം എത്തിച്ചെടുത്തോളം ദേവി, നാട്ടിലൊക്കെ മഹാമാരി. പ്രളയം കൊണ്ട് ഏങ്ങൾക്ക് കിടക്കാൻ ഇടമില്ല. കുഞ്ഞുകിടാങ്ങൾക്ക് ആദ്യം പിരാന്തും. ദേവി, ഞങ്ങളെ കാക്കണേ ദേവി. ഏത് ശക്തിയായാലും പ്രായശ്ചിത്തം ചെയ്യാം. ഏങ്ങൾക്ക് നീ തന്നെ വേണം. ഉൾവിളി വന്നു. ശക്തിയല്ല, ഇവന്റെ ശക്തിയാണ്. കൈലാസനാഥന്റെ മായ. ഗണിക്കണം, ഗണിച്ച് പരിഹാരം കാണണം. ദൈവ സാന്നിധ്യം നല്ലോണം കാണുന്നുണ്ട്. ദൈവത്തെ നന്നായിട്ട് പരിപാലിക്കാത്തത് കൊണ്ടുള്ള ദുശകുനാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ ഞങ്ങളെന്താ വേണ്ടത്? നോക്കാ, നമുക്ക് തടുപ്പോട് വയ്ക്കാലോ. തടുപ്പ സത്യേ പറയൂ. പരമശിവൻ വില്ലും ശരവും എടുത്ത് നായ്ക്കളോടൊപ്പം നായാട്ടിനിറങ്ങി. കല്ലും മുള്ളും നിറഞ്ഞ മലയും താണ്ടി 72 പുറമലയും നായാടി. സമയമേറെ ആയപ്പോ തൊട്ടടുത്ത് കണ്ട പാടിക്കുറ്റിയമ്മയുടെ ഭവനത്തിൽ തട്ടിവിളിച്ചു. പാടിക്കുറ്റിയമ്മ വിളി കേട്ടില്ല. ഭഗവാൻ കുടിലിൽ അഗ്നി പകർന്നു. അഗ്നി ഒന്ന് ശമിച്ചാൽ വാതിൽ ഞാൻ തുറന്നു തരാം. ഈ കുളിയോടെ കുഞ്ഞ് ജനിച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? പുത്രനാണ് ജനിക്കുന്നതെങ്കിൽ കൈലാസത്തിലേക്ക് ചൊല്ലിവിടണം. പാടിക്കുറ്റിയമ്മ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിനെ അമ്പാടിപ്പൊന്മകനെന്ന് പേര് വിളിച്ച് താലോലിച്ച് വളർത്തി. കൈലാസനാഥന്റെ ആജ്ഞപ്രകാരം മകനെ കൈലാസത്തിലേക്ക് അയച്ചു. കൈലാസത്തിലെത്തിയ പൊന്മകൻ പിതാവിന്റെ അമൃതെടുത്ത് ഭക്ഷിച്ചു. അമൃതെടുക്കാൻ വന്ന കൈലാസനാഥൻ അമൃത് കാണാതെ കോപം കൊണ്ടലറി. അമൃത് ഭക്ഷിച്ചവന്റെ തൃക്കണ്ണ് പൊട്ടി തൃക്കാൽക്കൽ വീഴട്ടെ എന്ന് ശപിച്ചു. മകന്റെ 2 കണ്ണും നഷ്ടപ്പെട്ടു. മകനാണ് അമൃത് ഭക്ഷിച്ചതെന്നറിഞ്ഞ പിതാവ് മകന് വെള്ളി പൊയ്ക്കണ്ണ് നൽകി ശാപമോക്ഷം കൊടുത്തു. ഭൂമിയിൽ കന്നുകാലികൾക്കും മടിയാനും രക്ഷകനായി നിലകൊള്ളാൻ കൽപ്പിച്ചു. അവിടെയെല്ലാം കെട്ടിക്കോലും വരമായി നൽകി അനുഗ്രഹിച്ചു. ഭൂമിയിലെത്തിയ ഭഗവാൻ ആദ്യം എത്തിയത് നമ്മുടെ ഈ ഇരിക്കൂർ ഗ്രാമത്തിലാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഈ വിപത്തുകളെല്ലാം ഭഗവാൻ കാണിച്ചത്. കെട്ടിക്കോലം നടത്തണം. അടിയാന്മാർക്കും കന്നുകാലികൾക്കും രക്ഷകനായ ഈ ദേവനെ കാലിച്ചോൻ എന്ന് വിളിക്കണം. പരിപാലിച്ചാൽ ഈ ദേവൻ ഭക്തരെ കൈവിടില്ല.
ഭക്തരെ ഒരുപാട് പരിപാലിക്കുന്ന ദൈവമായതുകൊണ്ട് ഈ ദേവനെ പാലിച്ചോൺ ദൈവമെന്ന് വിളിക്കാം. ഭഗവാന്റെ വരവറിയിച്ച് കാലിച്ചാനൂട്ട് നടത്തി മുന്നോട്ട് പോയിക്കോ. നല്ലതേ വരൂ.